ഒരു ഓർമ്മപ്പെടുത്തൽ. ഇവാനും ഐറിനും അയൽവാസികളായിരുന്നു. നല്ല കൂട്ടുകാരുമായിരുന്നു. ഒഴിവു സമയം കിട്ടുമ്പോഴെല്ലാം അവർ ഒന്നിച്ചു ചേരും. കളിക്കും, കഥ പറയും, പാട്ടുപാടും, വീട്ടുവിശേഷങ്ങൾ പങ്കുവയ്ക്കും, സ്കൂളിലെ തമാശകൾ പറയും, ഹോംവർക്കുകൾ ചെയ്യും. ഇങ്ങനെയൊക്കെയായിരുന്നു അവർ ഒഴിവു സമയം ചെലവഴിച്ചിരുന്നത്. സമയം പോകുന്നത് അറിയുകയേയില്ല. സ്കൂളിൽ പോകുന്നതും പള്ളിയിൽ പോകുന്നതുമൊക്കെ ഒന്നിച്ചായിരുന്നു. 2 പേർക്കും ഓരോ കൂട്ടുകാരുമുണ്ട്. ഐറിന് ഒരു പൂച്ചക്കുട്ടി, ജൂലി എന്നാണ് പേര്. ഇവാന് ഒരു പപ്പിക്കുട്ടിയും, ടൈഗർ എന്നാണ് പേര്. ഒരു ഞായറാഴ്ച ഐറിൻ നല്ല ചന്തമുള്ള പുള്ളിക്കുപ്പായവും ഇട്ട് ഓടി വന്നു. തൂവെള്ള നിറത്തിൽ ചുവന്ന പുള്ളികൾ. ഇവാനും ഒരുങ്ങി വന്നു. കൂടെ പോകാനായി ഗേറ്റ് റെഡിയായി നിൽപ്പുണ്ട് ജൂലിയും ടൈഗറും. ഇവാനും ഐറിനും എവിടെ പോകുമ്പോഴും അവരോടൊപ്പം പോവുക എന്നത് അവരുടെ ഒരു പതിവാണ്. ഇവാൻ പറഞ്ഞു, ഹായ് ഐറിൻ, ഇന്ന് നല്ല ഉടുപ്പാണല്ലോ. അതെ, ഇതെനിക്ക് പപ്പ വാങ്ങി തന്നതാ. ഇന്നെന്റെ പിറന്നാളല്ലേ. ഓ ശരി, ഹാപ്പി ബർത്ത്ഡേ. ഇവാൻ പറഞ്ഞു. താങ്ക് യു. ഞാനും തരാം നിനക്കൊരു ചെറിയ സമ്മാനം. ഇതാ ചോക്ലേറ്റ് എന്ന് പറഞ്ഞ് ഇവാൻ 2 ചോക്ലേറ്റ് ഐറിന് നേരെ നീട്ടി. ഐറിൻ ചോക്ലേറ്റിൽ ഒരെണ്ണം ഇവാന് കൊടുത്തു. 2 പേരും മിഠായിയും നുണഞ്ഞു നടന്നു. ടൈഗർ എന്തൊക്കെയോ ശബ്ദമുണ്ടാക്കുന്നു. തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് ടൈഗർ റോഡരികിലെ കുപ്പത്തൊട്ടിക്ക് നേരെ ചാടുന്നതാണ്. വായിൽ മിഠായിക്കടലാസമുണ്ട്. ഇവാന് കാര്യം മനസ്സിലായി. മനസ്സമായി വലിച്ചെറിയുന്ന മിഠായിക്കടലാസുകൾ അവനെടുത്ത് വേസ്റ്റ് ബിന്നിലിടാൻ ശ്രമിക്കുകയാണ്. ഇവാൻ ഓടിച്ചെന്ന് ടൈഗറിന്റെ വായിൽ നിന്നും മിഠായിക്കടലാസുകൾ എടുത്ത് വേസ്റ്റ് ബിന്നിലിട്ടു. നമ്മൾ ഒരു നിമിഷത്തേക്ക് മര്യാദ മറന്നു. ആ കടലാസുകൾ അവിടെ വലിച്ചെറിയാൻ പാടില്ലായിരുന്നു, ഐറിൻ പറഞ്ഞു. ഓ സാരമില്ല, നമ്മൾ മറന്നെങ്കിലും പൊതുസ്ഥലങ്ങളിൽ പാലിക്കേണ്ട മര്യാദ ടൈഗർ നമ്മെ ഓർമ്മിപ്പിച്ചു തന്നില്ലേ. നമ്മുടെ കൂടെയല്ലേ നടക്കുന്നത്, എല്ലാം കണ്ടുപഠിച്ചിരിക്കുകയാണ്, ഇവാൻ പറഞ്ഞു. വാ, നമുക്ക് 4 പേർക്കും കൂടി റോഡ് മുറിച്ചു കടക്കാം. പള്ളി എത്താറായി. ടൈഗറാണ് ആദ്യം നിന്നത്. അവൻ ഇടവും വലവും സൂക്ഷിച്ചു നോക്കി. വാഹനമൊന്നുമില്ല. അവൻ മുന്നോട്ട് നടന്നു. കൂടെ ഇവാനും ഐറിനും ജൂലിയും.